തിരസ്കരിക്കുക ചെയ്ത്. അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു ആന്റി വെറുപ്പിലാണ് നിൽക്കുന്നത്. വലാകിൻ ഇസ്തളഫ്നാകും വലം തുവയ്യിഫൂനാ, അതുകൊണ്ട് ഞാൻ മന്ത്രിക്കൂല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഖ്യ നിശ്ചയിക്കണം, അതിന് സംഖ്യ വേണം, അതിന് കൂലി വേണം, ഇന്ന് എങ്കിലും മാത്രമേ ചെയ്യുള്ളൂ. ഒരു കൂട്ടം മാടും കൂട്ടം അത് നിങ്ങൾക്ക് തരാമെന്ന് അങ്ങനെ സുൽഹായി രണ്ടു കൂട്ടരോട് മദ്യം പറഞ്ഞ് അങ്ങനെ ആക്കാറ്. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് അങ്ങനെ തുപ്പിക്കൊടുത്തു. വരിഞ്ഞു കെട്ടിയ കെട്ടിൽ നിന്ന് കെട്ട ഈശ മാതിരി ഇയാൾ രക്ഷപ്പെട്ടു. നാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യാം. ഇവര് പറഞ്ഞ് രോഗം വന്നാൽ നൂലും മന്ത്രവും ഐക്കല്ലും ഒരളവ് വരെ അവസാനിപ്പിച്ചു. വല്ലാത്ത അളവിന്റെ കൂട്ടർ തന്നെയാണ് നിങ്ങൾ. ഏത് അതീത അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയൂടെ? അങ്ങനെ ആ നിശ്ചയിച്ച സംഖ്യ അവർക്ക് കൊടുത്ത് ഫഖാല ബഅദുഹും ഇഖ്തസിമു, നമുക്ക് എല്ലാവർക്കും കൂടി ഒഴിയക്കണം, നമ്മൾ സംഘമായിട്ട് പോയതാണല്ലോ മന്ത്രിച്ചങ്ങളാണെങ്കിലും. ഫഖാലല്ലദീ റഖ, മന്ത്രിച്ച ആള് പറഞ്ഞേ ലാ തഫ്അലു, അയ്യം ചെയ്യൂല, ഹത്താ നഅ്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളടുക്കൽ ചെന്നിട്ട് ആ ഈ വിഷയം അവിടുന്ന് പറഞ്ഞിട്ട് തങ്ങളത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും പറഞ്ഞെങ്കിലല്ലാണ്ട് പറ്റൂല. ഫനൻദുറു മാ യഉമുറുന, തങ്ങൾ എന്ത് കൽപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഫഖദിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെടുത്ത് ചെന്നു. ഫദകറു ലഹു ദാലിക, വിഷയമൊക്കെ തങ്ങളോട് പറഞ്ഞു. ഫഖാല വമാ യുദ്രീക അന്നഹാ റുഖിയ, സൂറത്തുൽ ഫാത്തിഹ മന്ത്രത്തിന് വലിയ ഉഷാറാന്ന് എവിടുന്ന് ഞങ്ങൾക്ക് തിരിഞ്ഞതെന്ന് ചോദിച്ചു. ഞങ്ങൾ അത് നല്ല മനസ്സിലാക്കിയിട്ടുള്ള കാര്യമൊക്കെ എവിടുന്നത് മനസ്സിലായത്? തുമ്മക്കാല അത് അസബുത്തും, നിങ്ങൾ വളരെയധികം സവാബിനെത്തിച്ചു. വലിയ മുടുക്കന്മാർ തന്നെ ഞങ്ങൾ ചെയ്ത് വളരെ റെഡി ആയിട്ടുണ്ട്. യഖ്സിമു വദ്രിബൂലി മഅക്കും സഹ്മൻ, ആ കിട്ടിയത് നിങ്ങൾ എല്ലാവരും കൂടി ഓരിച്ചെടുക്കും, ഓരോ എനിക്കും വേണം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇബല് പറഞ്ഞു ഏത് ഹദീസ്, എന്താ ഹദീസ്? ബലിക്ക് നബിശേരി ഒന്നായിട്ട് ഇവിടെ ചേലാക്കിയിട്ടുണ്ട്. ഇവിടെ ആളുകൾ പഠിപ്പിച്ച പോലാണ്. ഇവരെ നേതാവ് ഇബ്നു ഖയ്യിം സാദുൽ മആദിൽ വീണ്ടും പറയുന്നു, വറആ ജമാഅത്തും മിനസ് സലഫി, സലഫീങ്ങൾപ്പെട്ട ഒരു സംഘം ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇബലും സലഫിയാണ്. ഇബൽക്ക് പേരിപ്പം ആദ്യം ഐക്യസംഘം എന്നായി. ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത സമയത്ത് ഐക്യമില്ലാത്തടത്ത് ഐക്യമുള്ളടത്ത് ഐക്യസംഘം ഉണ്ടാക്കിയേണ്ട സകലം വിത്തനാക്കി. പിന്നെ കുറെ കഴിഞ്ഞു നോക്കിയപ്പോൾ വഹാബി എന്ന് പേരായി. പിന്നെ മുജാഹിദ്, ഇപ്പൊ സലഫി എന്നാണ് പേരെന്ന് പറഞ്ഞത്. സലഫിൽപ്പെട്ട ഒരു ജമാഅത്ത് അൻ തുക്തബലഹു അൽ ആയാത്തി മിനൽ ഖുർആനി, ഖുർആനിൽപ്പെട്ട ആയത്തുകൾ എഴുതാം. സുമ്മ യശ്റബഹ, പിന്നെ അത് കലക്കിയിട്ട് കുടിക്കാം. ഖാല മുജാഹിദുൻ ലാ ബഅസ അൻ യക്തുബൽ ഖുർആന വയഗ്സിലുഹു വയസ്തിഹുൽ മരീള, ഖുർആൻ എഴുതി അതിനെ കഴുകി അത് രോഗിക്ക് കുടിപ്പിക്കൽ വളരെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. ഓ മിസ്ലുവൻ നബി ഖിലാബത്ത, ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഓ ഇദ്കറുനി അൻ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പറയുന്നു, അന്നഹു അമറ അൻ യുക്തബ ലി ഇംറഅത്തിൻ, ഒരു പെണ്ണിന് വേണ്ടി എഴുതാൻ മൂപ്പര് കൽപ്പിച്ചു. തഅസ്സറ അലൈഹാ വിലാദുഹാ, പ്രസവം വളരെ വിഷമിച്ച ഒരു പെണ്ണിന് വേണ്ടി എഴുതാൻ. അസറും മിനൽ ഖുർആൻ, ഖുർആന്റെ കുറെ ഭാഗം എഴുതി കൊടുക്കാൻ ഇബ്നു അബ്ബാസ് കൽപ്പിച്ചു. സുമ്മ യുഗ്സലു വതുസ്ഖാ, പിന്നെ അതിനെ കഴുകിയിട്ട് കുടിക്കുക. വഖാല അയ്യൂബു, മഹാൻ പറയുന്നു, റഅയ്തു അബാ ഖിലാബത്ത, അബാ ഖിലാബനെ ഞാൻ കണ്ടു. കതബ കിതാബൻ മിനൽ ഖുർആൻ,
ഖുർആനിൽ നിന്ന് ഒരു പകർപ്പ് കുറെ ഭാഗം അയാൾ സൂറത്ത് എഴുതി. പിന്നെ വെള്ളം കൊണ്ട് അത് മായിച്ചു. റോയി കണ്ടു സുഖപ്പെട്ടു. അപ്പൊ സലഫീങ്ങൾ ഇങ്ങനത്തെ മഹാന്മാർ ഐക്കല്ല് വരെ മന്ത്രിച്ച നൂല് വരെ എല്ലാം അംഗീകരിച്ചു പോകുന്നതാണ് നമ്മൾ നടതാണ് ശരി. ഇവര് ആയത്ത് ഹദീസ് എന്ന് പറഞ്ഞ ആളെ പിത്തനാക്കി നോണ പറയാം. ആയത്തും പഠിച്ചില്ലേ ഹദീസും പഠിച്ചിട്ടില്ല. وعن عائشة رضي الله عنها قالت أمر النبي صلى الله عليه وسلم തങ്ങൾ കൽപ്പിച്ചു മിനൽ ഐൻ കണ്ണീറിനെ തൊട്ട് മന്ത്രിക്കാൻ കൽപ്പിച്ചു. മുത്തഫഖുൻ അലൈഹി ബുഖാരി മുസ്ലിം ഏകോപിച്ചതാ. പിന്നെ ഹദീസിന്റെ ചില ബലപ്പെട്ട കിതാബിൽ തന്നെ മന്ത്രത്തിനെ എതിർത്ത ചില ഹദീസ് ഉണ്ട്. അത് പിടിച്ച് അടക്കി മന്ത്രത്തിനെ എതിർക്കുക, ഇതാ വല പണി. ഒന്ന് ജാബിർ റളിയല്ലാഹു അൻഹു നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റുഖാ മന്ത്രത്തിനെ തൊട്ട് റസൂലുള്ളാഹി വിരോധിച്ചു. ഈ ഹദീസ് ഫജാഅ ആലു അംർ ഇബ്നു ഹസം അംർ ഇബ്നു ഹസമിന്റെ കുടുംബം വന്നു. ഫഖാലു അവർ പറഞ്ഞു യാ റസൂലല്ലാഹ് ഇന്നഹു കാനത്ത് ഇൻദനാ റുഖിയത്തുൻ ഞങ്ങൾക്കൊരു മന്ത്രമുണ്ടല്ലോ കേളൊക്കെ കുത്തിയാ മന്ത്രിക്കുന്നൊരു മന്ത്രമുണ്ട് ഞങ്ങൾക്ക്. മന്ത്രം വിരോധിച്ചു തങ്ങൾ എന്ന് കേട്ടു ഞങ്ങൾ. എന്താ ആ മന്ത്രിക്കണത്, ആ മന്ത്രം ഒന്ന് പറഞ്ഞാട്ടെ തങ്ങൾ പറഞ്ഞു. ഫഖാല അവര് ആ മന്ത്രിക്കണ വാചകമൊക്കെ കേൾപ്പിച്ചു. അപ്പം തങ്ങൾ നിങ്ങളെ ഈ മന്ത്രത്തിന് കുഴപ്പമില്ല, ശിർക്കിന്റെ വാക്കുകൾ വരുന്ന മന്ത്രമുണ്ട്, അതിനെപ്പറ്റിയാ തങ്ങളാ വിരോധിച്ചത്. അതൊന്നും വിശദീകരിക്കാത്ത രീതിയിൽ ഈ ഹദീസ് മാത്രം പറയും, ഹദീസിന്റെ ബാക്കിയിട്ട് ഓതുമില്ല. എന്നിട്ട് നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രത്തെ തൊട്ട് തങ്ങൾ വിരോധിച്ചു എന്ന് മാത്രം പറയും. ഇങ്ങനെയുള്ള ചതി വഞ്ചന സമസ്ത ഉണ്ടായതുകൊണ്ട് അത് വല്ലാതെ യേശുന്നില്ല എന്ന് മാത്രം. എന്നാലും അല്ലാഹ് ഹിദായത്ത് കൊടുക്കാത്തവർക്ക് കുറേ ആളുകൾക്ക് യേശി പോവും. കുട്ടികളൊക്കെ ധാരാളമായിട്ട് ഈ കൂടുന്നുണ്ടെന്നൊക്കെയാണ് അവർ പറയണത്. ഒരു വനിതാ കുട്ടികൾ ഉണ്ടാക്കി വെക്കുകയാണ് ഇവിടങ്ങൾ. കുട്ടികൾക്ക് കണക്കുണ്ടാവും കൂടിയിട്ട് ഇങ്ങോട്ട്. അപ്പൊ ഇതിനും കുറെ കുട്ടികളൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും വഴിക്ക് മന്ത്രിച്ചിട്ടോ ഐക്കല്ല് കെട്ടിയിട്ടോ വള്ളം കൊടുത്തിട്ടോ ഒരു സഹോദരനെ സഹായിക്കാൻ ശിർക്കിന്റെ വാക്കല്ലാത്ത പദങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ചെയ്തോളണം. അപ്പൊ ബലി വീമ്പളക്കുന്നത് അതൊക്കെ കുറെ ഞങ്ങൾ അവസാനിപ്പിച്ചു. അതപ്പൊ ഞങ്ങൾ വന്നതിന്റെ ഗുണം. ഇങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഉലമാക്കൾ അംഗീകരിച്ച പരമ്പരാഗതമായി നാം അംഗീകരിച്ചു പോരുന്ന ആ ചര്യ അത് മുറുകെ പിടിക്കണം. ആഖിർ സമാനിൽ ആ ചര്യയിൽ നിന്ന് അകത്താൻ പല പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് 100 ഏക്കറിൽ എന്ന് പറയുമ്പോഴൊക്കെ കുറെ ആളുകളൊന്ന് വന്നു നോക്കും എന്താ പിന്നെ സ്ഥിതി എന്ന്. പിന്നെ ഇവിടുത്തെ കക്കൂസുകൾ, സ്റ്റേജിന്റെ വസ്ത്രാസ്, ഇതൊക്കെ പാടാൻ കേളുമ്പോൾ കുറെ ആളുകൾ കണ്ട് ചെലവിൽ കാണുമ്പം ഹർക്കളിലല്ലോ അങ്ങനെയും തോന്നുന്നവരുണ്ടാവും. ദർഗകളിൽ അവർക്ക് വിലക്കില്ല, സ്ത്രീകൾക്ക് പള്ളിയിൽ വിലക്ക്, ദർഗകളിൽ വിലക്കില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി ഖുബൂറ ശുഹദാ ശുഹദാഇന്റെ ഖബറുകളിലേക്ക്, ഉഹദിലുള്ള ശുഹദാഇന്റെ ഖബറുകളെ സന്ദർശിക്കാൻ ശുഹദാഇന്റെ ദർഗയിലേക്ക് തങ്ങൾ പോകാറുണ്ട്. വയഖൂലു അസ്സലാമു അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. പരിശുദ്ധ ഖുർആനിൽ ആ ആയത്തുണ്ടല്ലോ, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ നോക്ക്. ഇബൽ അംഗീകരിച്ച കിതാബ് തന്നെയാണ് ഇബ്നു കസീർ. ഈ ആയത്തിന്റെ തഫ്സീറിൽ എന്താ എഴുതുന്നതാ യഅതി ഖുബൂറ ശുഹദാ, ശുഹദാഇന്റെ ദർഗയിലേക്ക് തങ്ങൾ പോകാറുണ്ട്. വയഖൂലു അസ്സലാമു അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. അവിടെ ചലാൻ ചെല്ലുന്നതിന്റെ പേഷൻ വരെ എടുത്തുദ്ധരിക്കണം. ഇതാ നിങ്ങൾ അവിടെ ചെന്നൊരു ചലാൻ ചെല്ലും, നിങ്ങൾ ക്ഷമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വമ്പിച്ച
നേട്ടങ്ങളൊക്കെ അവസാനം നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ആഖിബത്ത് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് സലാം ചൊല്ലും. സുമ്മ കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു